കൊന്നിച്ചോ മിനസൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സോ. നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിങ്ങിൻ്റെ സൈഡ് സ്റ്റോറീസിൻ്റെ എപ്പിസോഡ് 8 ആണ്. അഥവാ സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ ഒരു മുൻപടി എന്ന് തന്നെ പറയാൻ പറ്റും. ഇത് സങ് ജിനുവിൻ്റെ കഥയല്ല, സങ് ജിനുവിൻ്റെ മകനായുള്ള സൂഹോൻ്റെ കഥയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നതും സൂഹോൻ്റെ കഥയായിരിക്കും. ആൻഡ് ബിലീവ് മീ, സൂഹോ ഇസ് സ്ട്രോങ്ങർ ദാൻ സങ് ജിൻവു. സങ് ജിനുവിനെക്കാട്ടും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്യാരക്ടറാണ് സൂഹോ. ഇനി അങ്ങോട്ടുള്ള 9 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് മെയിൻ സ്റ്റോറിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയെന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇത് എൻഡായി കഴിയുമ്പോൾ നമ്മൾ സോളോ ലെവലിംഗ് റാഗ്നറോക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. നിങ്ങൾ പലരും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്ര നല്ല രീതിയിൽ വീഡിയോസ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പേജ് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സോളോ ലെവലിംഗ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ സുഹോ, അതായത് ജിനുവിൻ്റെ മകൻ പറയുന്നുണ്ട്, ഹൈസ്കൂൾ എന്ന് പറയുന്നത് ഒരു വലിയൊരു ജംഗിൾ പോലെയാണ്. ഇവിടെ പുതിയ ക്ലാസ് റൂംസ് ആണ്, പുതിയ ക്ലാസ്മേറ്റ്സ് ആണ്, പരിചയമില്ലാത്ത പലരുമുണ്ട്. ഒരൊറ്റ നോട്ടം മതി ഇവിടുത്തെ പല കാര്യങ്ങളും മാറി മറിയാൻ. പിന്നെ കാണിക്കുന്നത് 3 പേരാണ്. അവിടെ താഴെ ഇരിക്കുന്നവൻ്റെ പേരാണ് ലീ. അവൻ പറയുന്നുണ്ട്, സോ നിങ്ങളും ഇവിടേക്ക് തന്നെ വന്നല്ലേ, പിന്നെ അല്ലാതെ സോ സംഘോ നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? വേറെ വഴിയില്ലല്ലോ. ഇവിടെ ഒരാളുടെ ശത്രുവാകാനും ഒരാളുടെ സുഹൃത്താകാനും അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല. എന്തായാലും ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും ഇനി മുതലുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ സെറ്റാക്കാം. പക്ഷേ ഈ ഒരു ഹൈറാർക്കിയിൽ ഇവിടെ ഒരാൾക്ക് മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ. അത് അവൻ മാത്രമാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൂഹയാണ്. സൂഹയുടെ തിരിഞ്ഞ് അവനെ നോക്കുന്നുണ്ട്, അതായത് നമ്മുടെ ലീനെ നോക്കുന്നുണ്ട്. ഇത് പക്ഷേ നമ്മുടെ ലീക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അവൻ പറയുന്നുണ്ട്, അവൻ എത്ര ധൈര്യം കൊണ്ടായിട്ടാണ് എൻ്റെ നേരെ നോക്കുന്നത്, ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ അപ്പം തന്നെ ആ സൂഹോ പറയുന്നുണ്ട്, വേണ്ട, അവനുമായിട്ട് കൊമ്പ് കോർക്കാത്തതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കൈയ്യെടുക്കട നായേ, നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ നേരെ ചൂടാകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വൈകുന്നേരമായി നമ്മുടെ സൂഹോനെ അവന്മാരെല്ലാവരും കൂടെ കയറി ഇടിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പറയുന്നുണ്ട്, സോ നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ അങ്ങനെ ആക്ട് ചെയ്തത്? അവനെനിക്കറിയാം, അവൻ്റെ കൂടെയാണ് ഞാൻ മിഡിൽ സ്കൂളിൽ പഠിച്ചത്. അവനവിടുത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഗായാണ്. വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാകേണ്ടല്ലെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നീ എന്നെ വിചാരിച്ചാൽ എനിക്ക് അവനെ തൊടാൻ പറ്റത്തില്ലെന്നോ? അത് തന്നെ ഞാൻ ആ ഒരു വലിയ പ്രശ്നമാണ് അവിടെ ഇല്ലാണ്ടാക്കിയത്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ നിർത്താതെ തല്ലിക്കൊണ്ടിരിക്കുവാണ്. നീ എന്താണ് ഈ പറയുന്നത്? അവനെ പോലെ ഒരുത്തരാണ് അത്രയും സ്ട്രോങ്ങസ്റ്റ് എന്നോ? അവനെ പറ്റിയ റൂമർ പോലും ഞാൻ കേട്ടില്ല. സംഘോ, നീ ഇവിടെ എന്ത് ചെയ്യുവാണ്? ഇതെല്ലാം ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ് കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഈ ചെയ്യാൻ പോകുന്നതെല്ലാം ഒരു സെൽഫ് ഡിഫെൻസ് ആണ്. എന്ത് സെൽഫ് ഡിഫെൻസോ? നീ എന്തുകൊണ്ടാണ് പറയണത്? അടുത്ത സെക്കൻഡിൽ തന്നെ ലീൻ്റെ കൂടെ ഉണ്ടെന്ന് ഒരുത്തനെ നമ്മുടെ സോഹോ കയറി ചവിട്ടി ദൂരത്തേക്ക് എറിയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കൂടെ ഉണ്ടെന്ന മറ്റൊരുത്തനെ മുഖത്ത് നോക്കി ഒരു കിക്കും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിയ നമ്മുടെ ലീ അവൻ്റെ നേരെ, നമ്മുടെ സോഹോൻ്റെ നേരെ ഒരു പഞ്ച് ചെയ്യുന്നുണ്ട്. നോർമലി നോക്കാൻ നേരത്ത് അത് എന്താ പറയുക, ഒരു ക്ലിയർ കട്ട് പഞ്ച് തന്നെയാണ്. ഒന്നും തന്നെ സൂഹോയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സൂഹോ അതും ബ്ലോക്ക് ചെയ്ത് അതൊരു സൈഡിലേക്ക് തട്ടി മാറ്റുന്നുണ്ട്. എന്നിട്ട് ലീൻ്റെ മുഖത്ത് നോക്കി ചവിട്ടി അവനെ നേരെ മുകളിലേക്ക് എറിയുന്നുണ്ട്. വളരെ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അവരെ 3 പേര് നമ്മുടെ സൂഹോ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ഇത്രയ്ക്കായ സ്ഥിതിക്ക് ബാക്കി നീ നോക്കിയോളൂല്ല. അത് ഞാൻ നോക്കിയോളാം, എന്തായാലും അത് വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇവൻ എങ്ങനെ ആയിരിക്കുമല്ലേ അവൻ ആ 3 പേര് ഇത്ര എളുപ്പത്തിൽ ഡിഫീറ്റ് ചെയ്തത്? എനിക്കറിയാമല്ല. ഞാൻ കേട്ടത് അവൻ കൊച്ചിലെ തൊട്ട് ജൂഡോ പഠിക്കാൻ പോകുന്നുണ്ടെന്നാണ്. ജൂഡോയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകണോ? എന്തെങ്കിലും ആകട്ടെ. ഈ ഒരു സമയത്ത് സൂഹോ ക്ലാസ് റൂമിൻ്റെ അകത്തായിരുന്നു. അവനിതൊക്കെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ അവനെല്ലാം കാരണം ബോറടിച്ചിരിക്കുവാൻ പറയുന്നുണ്ട്. എനിക്കൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഇൻ്റർനെറ്റ് കഫേയിലേക്ക് പോകാം. പക്ഷേ നോക്കുന്നുണ്ടെങ്കിലും ആ ഡോറ് തുറയുന്നില്ല. അവനെന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് അവൻ ആ ഒരു കാര്യം ക്യാച്ച് ചെയ്തത്. സമയം നിലച്ചിരിക്കുന്നു, ആരും തന്നെ അനങ്ങുന്നില്ല, സൂഹോ ഒഴിച്ച്. അവൻ എന്താണെന്നറിയാമില്ല, എന്താണ് സംഭവിക്കണമെന്ന് അറിയാമില്ല. പക്ഷേ ക്ലാസ് റൂമിൻ്റെ അകത്ത് എന്തോന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു ഞാൻ എൻ്റെ അച്ഛനെ പോലെയാണെന്ന്. എൻ്റെ അച്ഛനോട് എന്ത് ചെയ്യുമായിരിക്കും? ഒരു കാര്യം ചെയ്യാം, ഞാൻ അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ബാഗൊക്കെ അവിടെ വെച്ചിട്ട് നമ്മുടെ സൂഹോ അതിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അവൻ നോക്കാൻ നേരത്ത് വളരെയധികം ഇരുണ്ട് മൂടിക്കിടന്ന ഒരു റൂം പോലെയാണ്. റൂമെന്നല്ല, ഒരു പാത്ത് വേ പോലെയാണ്. അവന് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കണമെന്ന്. പെട്ടെന്ന് ആ ഒരു സ്ഥലം, അതായത് ആ ഒരു ഗേറ്റ് അപ്രത്യക്ഷമാകുന്നുണ്ട്. സോ ഞാൻ വന്ന വഴിയും പോയിരിക്കുന്നു. ഇനി എനിക്ക് മുന്നോട്ട് മാത്രമേ പോകാൻ സാധിക്കത്തുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ഒരു ടോർച്ച് എടുത്തുകൊണ്ട് അവൻ മുന്നിലേക്ക് നടക്കും. ശരിക്കും പറഞ്ഞാൽ അവൻ ഞെട്ടിത്തരിച്ചു പോയി. കാര്യം അവൻ്റെ മുമ്പിൽ കുറേയധികം വെപ്പൺസ് ഉണ്ടായിരുന്നു. അവന് കണ്ണ് കാണാത്ത അത്രയും ദൂരം കുറേയധികം വെപ്പൺസ് മാത്രം. അവൻ ഓരോന്നും നോക്കി പോകും.
അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. ഒരു സൈഡിൽ മുഴുവൻ ഗോങ്കിൾസ് ആണുള്ളത്. ഈവൻ ജിൻവു ഇതിനു മുമ്പ് യൂസ് ചെയ്ത വെപ്പൺസ് വരും അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ കത്തിയൊക്കെ അതൊക്കെ പിള്ളേർക്കുള്ളതാണ്. ഒരു കാര്യം ചെയ്യും, ഇത് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗോങ്കിൾസ് എടുത്ത് അവൻ അങ്ങോട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ആ ഗോങ്കിൾസ് ഇട്ടുകൊണ്ട് അവൻ നടന്ന് ഒത്തിരി ദൂരം മുമ്പിലേക്ക് വന്ന് അവൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറച്ചധികം നൈറ്റ്സിനെ പോലത്തെ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവൻ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ലെങ്കിലും അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാച്ചു നമ്മുടെ സൂഹോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തൻ്റെ കൈകൾ ഉയർത്തിയത്. ഒരു വലിയൊരു അറ്റാക്കും ചെയ്യുന്നുണ്ട്. സൂഹോ പെട്ടെന്ന് അത് മനസ്സിലാക്കി അത് ബ്ലോക്ക് ചെയ്യും. സത്യം പറഞ്ഞാൽ ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം ആ ഒരു ഗോങ്കിൾസിൻ്റെ പവർ കാരണമാണ് ആ ഒരു അറ്റാക്ക് ഇപ്പോൾ സക്സസ്ഫുള്ളി അവൻ ബ്ലോക്ക് ചെയ്തത്. എന്നിട്ട് ആ ഒരു അറ്റാക്ക് അവൻ ഡിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ച് കുറേയധികം പഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറേയധികം പഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പൊടിഞ്ഞ് ആ ഒരു സ്റ്റാച്ചു ഇല്ലാണ്ടായി. പെട്ടെന്ന് അവന് മറ്റൊരു സംഭവം കൂടെ വരും. യു ഹാവ് ലെവൽ അപ്പ്, അതായത് ഒരു നോട്ടിഫിക്കേഷൻ കൂടെ അവന് വരുന്നുണ്ട്. അവന് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവിക്കണമെന്ന്. ഇതിനൊക്കെ അനങ്ങാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ച് അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ നേരത്താണ് ആ ഒരു കാഴ്ച അവൻ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാച്യൂസും ഇപ്പോൾ സൂഹോയുടെ നേരെ നടന്നു വന്നുകൊണ്ടിരിക്കുവാണ്. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവനത് സീരിയസ് ആക്കി മാറ്റി. അവൻ അവിടെ ഉണ്ടായിരുന്ന പല മോൺസ്റ്റേഴ്സിനെയും ഇടിച്ച് നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവൻ കുറച്ചധികം ലെവലപ്പ് ആയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കുറേയധികം മോൺസ്റ്റേഴ്സിനെ അവൻ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ആ ഗോങ്ക്ലേറ്റ് ഇട്ടുകൊണ്ട് അവൻ ഓരോ മോൺസ്റ്റേഴ്സിനെയും നിർത്താതെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. പതുക്കെ അവൻ ലെവലപ്പ് ആകാനും പതുക്കെ അവിടെ ഉണ്ടായിരുന്ന മോൺസ്റ്റേഴ്സിന്റെ എണ്ണം കുറയാനും തുടങ്ങി. സുഹു ഇപ്പോൾ കറന്റ് 19 ലെവൽ 19 ആയിട്ടുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാൻ ഇവരെ എല്ലാവരും ഡിഫീറ്റ് ചെയ്തു, അതിനോടൊപ്പം തന്നെ ഞാൻ ലെവലപ്പ് ആകുന്നുണ്ട്, ഞാൻ സ്ട്രോങ്ങറായി മാറി. പക്ഷേ ഇതൊരു ഗെയിം കൂടിയാണ്. എങ്കിലും ആദ്യമായി ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവരെയൊക്കെ ഒറ്റയടിക്ക് ഡിഫീറ്റ് ചെയ്തത്? അത് ഈ പവർ കൊണ്ടാണോ? പക്ഷേ എന്താണ് ഈ പവർ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എന്നാൽ ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ഇനിയും സ്ട്രോങ്ങറായി മാറണം. അങ്ങനെ സുഹോ ഒരു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ആ ഗേറ്റ് ആകട്ടെ അവൻ തള്ളി തുറക്കുന്നുണ്ടായിരുന്നു. അവിടെ അവനെയും കാത്ത് ഒരാളുണ്ടായിരുന്നു. ആ ഒരു ഡഞ്ചനിലെ ബോസ്. അവനെ കണ്ടിട്ട് കുറച്ചധികം സ്ട്രോങ്ങറായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബോസ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേക്കും. അവിടെ സൈഡിലുണ്ടായിരുന്ന ചെറിയൊരു സോഡ് അവനെടുത്ത് പിടിച്ച് സുഹുനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ്. സുഹോയ്ക്ക് മനസ്സിലായി ഇവനൊട്ടും തന്നെ നിസ്സാരമല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ആദ്യത്തെ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞ് തീരാൻ നേരത്ത് തന്നെ ആ ഒരു ബോസ് അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്ന് സുഹുനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ പോലെ സുഹുനെ രണ്ടായിട്ട് മുറിച്ച് കളയുന്നുണ്ട്. ആ ഒരു അറ്റാക്കിൻ്റെ പവർ കാരണം അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്ഥലവും നശിച്ചു പോവുകയും ചെയ്യും. ഞെട്ടിത്തരിച്ച് സുഹോ എഴുന്നേൽക്കുന്നുണ്ട്. ഇത് ഞാനെവിടെയാണ്? അല്ല, ഞാൻ വീണ്ടും ജീവനോടെ വന്നോ? ഇത് ഞാൻ ആദ്യം വന്ന സ്ഥലമാണല്ലോ. ഞാൻ ഓർത്തത് ഞാൻ മരിച്ചെന്നാണ്. പക്ഷെ ഞാൻ വീണ്ടും ഇവിടേക്ക് തന്നെ വന്നു. എന്നാലും അല്ല, അവിടെ ഒരു ഫ്ലെയിം ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ കാണാനില്ല. സോ ഇതൊരു കോയിൻസിഡൻസ് ആയിരിക്കുമോ? അങ്ങനെ ആകാൻ വഴിയില്ല. ഞാനിപ്പോൾ എന്തായാലും ലെവലപ്പ് ആയിട്ടുണ്ട്. സോ ഇത്തവണ ഒരു കാര്യം ചെയ്യാം, എൻ്റെ വെപ്പൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കുറച്ചധികം വ്യത്യസ്തമായ ഒരു ഗോങ്കിൾസ് എടുത്തിരുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവൻ മുന്നോട്ട് നടക്കുവാൻ അവൻ പറയുന്നുണ്ട്, ഇത്തവണ ഞാൻ കുറച്ചുകൂടെ സൂക്ഷിക്കണം. പക്ഷേ വീണ്ടും മുന്നോട്ട് നടക്കാൻ നേരത്ത് അവൻ വീണ്ടും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അവൻ നോക്കാൻ നേരത്ത് അവിടെ മറ്റൊരു ലൈറ്റും കൂടെ അപ്രത്യക്ഷമായിട്ടുണ്ട്. അവൻ മനസ്സിലായി എന്ത് ചെയ്തിട്ടൊന്നും അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അത്രത്തോളം പവർഫുൾ ആയ ഒരു എനിമിയാണ് ഇപ്പോൾ അവൻ്റെ ഫ്രണ്ടിലുള്ളതെന്ന്. ആ ബ്ലാക്ക് നൈറ്റ് അവൻ വളരെയധികം സ്ട്രോങ്ങറാണ്. എനിക്ക് അവനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് ഓവർ ബാലൻസ്ഡ് ആണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ പോയാൽ എനിക്ക് ഒരിക്കലും അവനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അല്ല, ആ വെപ്പണല്ലേ അവൻ യൂസ് ചെയ്യുന്നത്? അതിനർത്ഥം അവൻ ഇവിടുത്തെ ഇല്ല, എനിക്കൊന്നും അങ്ങോട്ട് കത്തുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ഇത്തവണ എങ്ങനെ പോയാലും എനിക്ക് അവനെ ഡിഫീറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെയുള്ള പല വെപ്പൺസും ഞാൻ യൂസ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് സുഹോ അവിടെ ഉണ്ടായിരുന്ന പല വെപ്പൺസും എടുത്തങ്ങോട്ട് ട്രൈ ചെയ്യുവാണ്. കുറച്ചധികം എനിമീസ് അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. നിനക്കൊന്നും ഇതിൽ നിന്ന് ഒരു ടയേർഡും വരുന്നില്ലടാ, മര്യാദക്ക് വേറെ വല്ല പണിയും ചെയ്താൽ പോലെന്നും പറഞ്ഞുകൊണ്ട് അന്നേരം ഫ്രണ്ടിലേക്ക് നടക്കുവാണ്. എന്നിട്ട് മറ്റൊരു സെക്കൻഡ് പോലും അവൻ വേസ്റ്റ് ചെയ്യാതെ അവനെ എല്ലാവരും ഡിഫീറ്റ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ അവൻ ലെവലപ്പ് ആകുന്നുണ്ട്. അങ്ങനെ കണ്ട എല്ലാ എനിമീസിനെ അവൻ ഡിഫീറ്റ് ചെയ്യുവാണ്. അവസാനം ആ ഒരു നോട്ടിഫിക്കേഷൻ അവൻ്റെ അടുത്തേക്ക് വരും, നീ ഒരു പ്ലെയർ ആകാനുള്ള റിക്വയർമെൻറ്റ്സ് റീച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഓപ്പൺ ആകുന്നുണ്ട്. അവൻ എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷേ അവനൊരു കാര്യം അറിയാം, എന്തൊക്കെ പോയാലും ഇത് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് 2 ഗേറ്റ് അവിടെ പ്രത്യക്ഷപ്പെടും. ആ ഗേറ്റിൻ്റെ അന്ന് കുറച്ചധികം എനിമീസും പുറത്തേക്ക് വരും. ഇത്തവണത്തെ അവൻ്റെ ടാസ്ക് വളരെ സിമ്പിളായിരുന്നു. എത്ര നേരം അവനിവിടെ പിടിച്ചു നിൽക്കുമോ അത്രത്തോളം അവൻ്റെ പോയിന്റ്സ് അവന് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതൊക്കെ കാണുന്നിടത്ത് സുഹോയ്ക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. അവൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഒരു വാച്ചില്ല എന്നോർത്താണ് ഞാനിപ്പോൾ ടെൻഷൻ അടിച്ചത്. പക്ഷേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു വാച്ച് എനിക്ക് വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, നാളെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇഗ്രിസും സുഹോയും തമ്മിലുള്ള ഒരു
കിടിലൻ ബാറ്റിലാണ്. അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.